മനുഷ്യൻ ഈശ്വരപദത്തിലേക്ക് എങ്ങനെ ഉയരണമെന്ന് കാട്ടിത്തരാൻ തന്നെയാണ് ഈശ്വരൻ മനുഷ്യനെ അവതരിക്കുന്നത്. മനുഷ്യനായി അവതരിക്കുമ്പോൾ മനുഷ്യമായ പരിമിതികൾ ഈശ്വരൻ പ്രകടമാക്കും. ഒരു ജീവാത്മാവ് എങ്ങനെ പൂർണ്ണതയിലേക്ക് ഉയരണമെന്ന് പരമാത്മാവ് തന്നെ കാട്ടിത്തരുന്നതാണ് രാമായണം. രാമരാവണ യുദ്ധ സമയത്ത് ഒരു സംഭവം ഓർക്കുകയാണ്. ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് രാമനും ലക്ഷ്മണനും മറ്റുള്ളവരും ബോധം കെട്ടു വീണു. തൻ്റെ ഭഗവാന് അപകടം പറ്റിയെന്ന് മനസ്സിലാക്കിയ ഗരുഡൻ അവിടെ പറന്നെത്തി. ഗരുഡൻ്റെ സാമ്യം കൊണ്ട് തന്നെ നാഗബാധ ഒഴിഞ്ഞു. അങ്ങനെ രാമനും ലക്ഷ്മണനും അപകടത്തിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഗരുഡൻ്റെ മനസ്സിലൊരു ചിന്ത ഉദിച്ച്, രാമൻ ഭഗവാനാണെന്ന് ഞാൻ ഇതേവരെ വിചാരിച്ചു, എന്നാൽ ഇപ്പോഴവിടുന്ന് രക്ഷപ്പെട്ടത് എൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ രാമൻ ഈശ്വരനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഗരുഡൻ ചിന്തിക്കുകയാണ്. ഈ ചിന്ത ഗരുഡൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. ഗരുഡൻ ഉടനെ തന്നെ നാരദ മഹർഷി കണ്ട് തൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു നാരദനോട്. നാരദ മഹർഷി പറഞ്ഞ്, കാക്കപോസുണ്ടി എന്നൊരു കാക്കയുണ്ട്, ആ കാക്കയെ കണ്ട് ശിക്ഷപ്പെടുക, അപ്പം നിൻ്റെ മനസ്സിൻ്റെ പ്രശ്നം തീരും എന്ന് നാരദ മഹർഷി ഗരുഡനോട് പറയുകയാണ്. അപ്പോൾ ഗരുഡൻ വിചാരിക്കുകയാണ്, പക്ഷിയുടെ രാജാവായ ഞാൻ ഒരു കാക്കയെ ആശ്രയിക്കുക എന്ന് ഗരുഡൻ വിചാരിക്കുകയാണ് മനസ്സിൽ. എന്തായാലും മഹർഷി പറഞ്ഞതല്ലേ, കാക്കയെ പോയി കണ്ട് പ്രശ്നം പറഞ്ഞു. കാക്ക പറഞ്ഞ്, എന്തൊരു വിഡ്ഢിയാണ്, സർവശക്തനായ ഭഗവാനെ സേവിക്കാൻ അവിടുന്ന് നിനക്ക് തന്നൊരു അവസരമാണ്. അവിടുത്തെ കൃപയില്ലെങ്കിൽ നിന്നെ ചെറുത് അനക്കാൻ പോലും നിനക്ക് കഴിയില്ല. നിനക്ക് അവിടുത്തെ സേവിക്കാൻ വേണ്ടി സ്വന്തം ശക്തിയെ മറച്ച് രാമൻ അശക്തനായി ഭാവിക്കുകയാണ് ചെയ്തത്. അതാണ് അവിടുത്തെ കൃപ. അതോർത്ത് നീ ഭഗവാനെ നമിക്കുകയാണ് വേണ്ടത്. കാക്കയുടെ ഉപദേശം കേട്ടതോടെ ഗരുഡൻ്റെ അഹങ്കാരം അകന്നു. ഗരുഡൻ രാമൻ്റെ പാദത്തിൽ വീണ് മാപ്പപേക്ഷിച്ചു. അങ്ങനെ അവിവേകത്തിൽ നിന്നും ഗരുഡൻ മുക്തനായി. രാമൻ ഈശ്വരാവതാരമാണെങ്കിലും മനുഷ്യപ്രകൃതിയെ അംഗീകരിച്ചുകൊണ്ടുമാണ് ശരീരം എടുത്തത്. അങ്ങനെയാൽ മാത്രമേ സാധാരണ മനുഷ്യർക്ക് മാതൃകയാകാനും അവർക്ക് പ്രചോദനം ആകാനും കഴിയും. ഉദാഹരണത്തിന്, മനുഷ്യരുടെ ഇടയിൽ പുലിയായിട്ട് ഈശ്വരൻ അവതരിച്ചാൽ ഇതെങ്ങനെ മനുഷ്യൻ സ്വീകരിക്കും? ഇല്ല. അമ്മ പറയുമല്ലോ, ഒരു കള്ളനെ പിടിക്കണമെങ്കിൽ പോലീസ് വേഷം കെട്ടി കള്ളൻ ഓടിപ്പോകും, പോലീസ് വരുന്ന വെച്ച്. അപ്പോൾ കള്ളൻ്റെ വേഷത്തിൽ തന്നെ അവരുടെ കുടുംബം ശരിക്കും ഒന്നുകൂടെ പിടിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ തലത്തിൽ പോയി ഉത്തരിക്കാൻ ഒക്കുള്ളൂ. തങ്കം ഉരുപ്പടിയാക്കാൻ പ്രയാസമാണ്, അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും, കുറച്ച് ചെമ്പ് ചേർക്കുന്നത് പോലെ. അപ്പോൾ അവരുടെ തലത്തിലേക്ക് വരുമ്പം മാനുഷ്യമായ ഇതെല്ലാം അവരിലും പ്രകടമാകും എന്നുള്ളതാണ്. അമ്മ ചെറിയ പ്രായത്തിൽ പശുവിന് പുല്ല് കൊടുക്കാൻ വേണ്ടി പുല്ല് പറിക്കാൻ പോകും. പുല്ല് പറിക്കാൻ പോകുമ്പോൾ ഒരു ആയുർവേദ ഒറ്റമൂലിയുടെ വൈദ്യനുണ്ടായിരുന്നു. ഞാൻ പുല്ല് കിളച്ചെടുക്കുകയാണ്. അപ്പോൾ വൈദ്യൻ അതിനകത്ത് നിന്ന് ആയുർവേദ മരുന്നുകൾ, അതിനകത്ത് ചില മരുന്നുകൾ എടുക്കുക. ഓരോ ഔഷധ മരുന്ന്, വട്ടക്കുടങ്ങൽ, കയ്യോന്നി, പിന്നെ വേറെ പുല്ലുകൾ, കറുക. പശുവിന് പുല്ല് വെച്ചാൽ വന്നതിൻ്റെ കാഴ്ചയിൽ അത് പുല്ലാണ്. പക്ഷേ ലാടൻ വൈദ്യൻ്റെ കാഴ്ചയിൽ, ആയുർവേദ വൈദ്യൻ്റെ കാഴ്ചയിൽ അതിൽ ഔഷധം തിരഞ്ഞു കിട്ടി. അതിനെ അറിയാൻ അറിവുള്ളവനായിരിക്കണം. അത് ഓരോന്നിനും നമ്മൾ വില കൽപ്പിക്കുന്നത് എങ്ങനെയാണ്. പിന്നെ പല പല കാഴ്ചപ്പാടുണ്ടാകും. ഒരാൾ വന്ന് പറയുകയാണ്, ഇന്ന് രാവിലെ നല്ല പാട്ട് കേട്ട് റേഡിയോ, അങ്ങനെ ഇരുന്ന് പോയി, ഇത്ര രസമാണ് പാട്ട്, ആരാ പാടി നിങ്ങൾക്കറിയില്ല, അത് ഞാൻ കേട്ടില്ല, നിങ്ങളുടെ വടക്കേ വീട്ടുകാരനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഇതും പെട്ടെന്നൊന്ന് ഞെട്ടിയിട്ട്, ഓ ഇന്ന ഇതിൽ ശ്രുതി വ്യത്യാസം ഉണ്ടായിരുന്നു. തിരിച്ച് പറയാം, അടുത്ത വീട്ടിനുകാരെന്ന് പറയുമ്പോൾ നേരെ തിരിഞ്ഞു അതിൽ തെറ്റുകൾ കാണാൻ തുടങ്ങി. തൻ്റെ മനസ്സെങ്ങനെ അതുപോലാണ് അവർ വില കൽപ്പിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ കല്ല് വെട്ടുന്ന കൂട്ടത്തിൽ പൊട്ടിക്കുമ്പോൾ കൃഷ്ണശിലയുള്ള കല്ലുകളും ഉണ്ടാകും. അവരത് കൊണ്ടുവന്ന് കല്ല് ഒന്നീ കെട്ടാനെടുക്കാം, കെട്ടങ്ങൾ കെട്ടാനെടുക്കും, അല്ലെങ്കിൽ തറവാകാനെടുക്കും, അല്ലെങ്കിൽ കണ്ടെത്തിരുത്തിടാനുള്ള എടുക്കും. പക്ഷെ ആ കല്ല് ഒരു ശില്പി കണ്ടാൽ അത് വിഗ്രഹം ഉണ്ടാക്കാനെടുക്കും.
കൃഷ്ണശില എന്ന് പറഞ്ഞാൽ അത്ര മഹത്വമുള്ളതാണ് അന്നും അത് വിഗ്രഹം ഉണ്ടാക്കാനും. ഒരു ശില്പിയുടെ കാഴ്ചയിൽ അത് വിഗ്രഹം കാണുന്നു. ഒരു അമ്മിക്കല്ലുണ്ടാക്കുന്ന ആൾ അമ്മിക്കല്ല് കാണുന്നു, ഉരലുണ്ടാക്കുന്ന ആൾ ഉരകല്ല് കാണുന്നു, അല്ലേ? വിഗ്രഹം കൊത്തുന്ന ആൾ വിഗ്രഹം കാണുന്നു. അല്ലെ ചവിട്ട് പടിക്ക് കൊള്ളാം, അല്ലെ മുറ്റത്ത് പോകാൻ കൊള്ളാം, അല്ല ഇങ്ങനെ കാണും. ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്. നമ്മുടെ അമ്മമാർ കുഞ്ഞിന് ദൃഷ്ടിദോഷം പറ്റുമോ, ദൃഷ്ടിദോഷം പറ്റുമോ? ദൃഷ്ടിദോഷം അങ്ങനെ ദോഷമില്ല. കാഴ്ച കൊണ്ട് കാഴ്ചപ്പാടില്ല. നമ്മുടെ കാഴ്ചപ്പാട് അതാണ് മാറ്റേണ്ടത്.